Good morning. In the last class, we had a discussion on offer and acceptance. There are different essential elements to a valid contract. Offer and acceptance is the most important one. The next one is consideration. Okay. Consideration is the price paid by the promisee for the obligation of the promiser. Okay, we know that there are two parties in an agreement or contract, promiser and promisee. Consideration is the price paid by the promisee for the obligation of the promiser. An agreement without consideration is a bare promise and is not binding on the parties. Without consideration, no contract come into existence. We can see the definition of consideration. Section 2D of the Indian Contract Act defines consideration as when at the desire of the promiser, the promisee or any other person has done or abstained from doing or does or abstains from doing or promises to do or to abstain from doing something. Such act or abstinence or promise is called consideration for the promise. In short, we can say that it may be an act for doing something or abstinences or not doing something. Such act or abstinences may be done at the desire of the promiser or may be done by the promisee or any other person. In simple words, we can say that consideration is very important for every contract. A person giving an offer to B, then that offer must be backed by a consideration. Here there are certain essentials of a valid consideration, essentials of a valid or legal consideration. There are certain points. The first point is consideration must move at the desire of the promiser. Okay. Consideration must move at the desire of the promiser. It says that the act of the promisee or any other person must be done at the desire or request of the promiser. പ്രോമിസറുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രോമിസി കൊടുക്കണം. ദ ആക്ട് ഓഫ് പ്രോമിസി ഓർ എനി അതർ മസ്റ്റ് ബി ഡൺ അറ്റ് ദി ഡിസയർ ഓഫ് ഓർ റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ. പ്രോമിസർ ഇപ്പോൾ എ പ്രോമിസറും ബി പ്രോമിസിയും ആണെങ്കിൽ എ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാറ് വിൽക്കുന്നുണ്ട് ബിക്ക് എന്ന് പറയുകയാണെങ്കിൽ, പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോമിസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം ബി ഒരു 1 lakh rupees ഞാൻ അതിന് പകരം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എ പ്രോമിസ് ചെയ്യുന്ന ആളുടെ പ്രോമിസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം ബി എന്ന് പറയുന്ന ആൾ അതിന് തിരിച്ചു കൊടുക്കേണ്ടത്. ആ തിരിച്ചു കൊടുക്കുന്ന എമൗണ്ടാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ the desire may be expressed or implied. Without request it is considered as voluntary. ഇപ്പോൾ എ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട്, റിക്വസ്റ്റിന് പകരമായിട്ടല്ല എങ്കിൽ അതൊരു വളണ്ടറി ആയിട്ട് കൊടുത്തായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ കോൺട്രാക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് വളണ്ടറി ആകുമ്പോൾ. ആൻഡ് ഡസ് നോട്ട് കം അണ്ടർ ദി ഹെഡ് കൺസിഡറേഷൻ ഓർ ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ. എം സൺ ഈസ് ലോസ്റ്റ് ആൻഡ് വൈ വളണ്ടർലി ഗോസ് ഇൻ സെർച്ച് ഫോർ ഹിം. എം എന്ന് പറയുന്ന ആളുടെ കുട്ടിയെ കാണാനില്ല. വൈ എന്ന് പറയുന്ന ആൾ വളണ്ടറിലി ഗോസ് ഇൻ സെർച്ച് ഫോർ ഹിം, വളണ്ടറി ആയിട്ട് സെർച്ച് ചെയ്തു. വൈ കനോട്ട് ക്ലെയിം എനി റെമ്യൂണറേഷൻ ഓർ റിവാർഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വൈസ് സൺ ബിക്കോസ് ഹി ഹാസ് ഡൺ ഇറ്റ് അറ്റ് എംസ് റിക്വസ്റ്റ്. എമ്മിൻ്റെ സണ്ണാണ് മിസ്സായിട്ടുള്ളത്. അയാളുടെ റിക്വസ്റ്റ് പ്രകാരം അല്ലാത്തതുകൊണ്ട് അഥവാ കണ്ടെത്തി തിരിച്ചു കൊടുത്താൽ കൺസിഡറേഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള, റെമ്യൂണറേഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം റിക്വസ്റ്റ് വഴി അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ദ സെക്കൻഡ് വൺ ഈസ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. സാധാരണ പ്രോമിസറും പ്രോമിസിയും, പ്രോമിസർ ഒരു പ്രോമിസി കൊടുക്കുന്നു, അതിന് പകരമായിട്ട് ഇൻ റിട്ടേൺ പ്രോമിസി കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസിഡറേഷൻ പറയുന്നത്. അത് പ്രോമിസി ആവാം, വേറെ ആർക്കും കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൺസിഡറേഷൻ ഉണ്ടാവുക. ഈവൻ എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട് ക്യാൻ പ്രൊവൈഡ് കൺസിഡറേഷൻ, ബട്ട് ദി സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ വിൽ ബി ഏബിൾ ടു സ്യൂ
ഓൺലി ഇഫ് ഹീ ഈസ് എ പാർട്ടി ടു ദി കോൺട്രാക്റ്റ്. ഒരു സ്ട്രേഞ്ചർക്കും പ്രോമിസിക്കല്ലാതെ ഒരു മൂന്നാമതൊരു സ്ട്രേഞ്ചർക്കും വേണമെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാം. പക്ഷേ അയാൾക്കതിൽ കക്ഷിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കേസ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു കേസിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞത് അതിനെയാണ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ദെൻ നെക്സ്റ്റ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പാസ്റ്റ് കൺസിഡറേഷൻ ആയിരിക്കാം, പ്രസൻറ്റ് കൺസിഡറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ ആയിരിക്കാം. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദി പ്രോമിസർ ഹാഡ് റിസീവ്ഡ് ദി കൺസിഡറേഷൻ ബിഫോർ ദി ഡേറ്റ് ഓഫ് പ്രോമിസ്. പ്രോമിസിന് മുമ്പ് തന്നെ അയാൾക്ക് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മുമ്പേ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് കൺസിഡറേഷൻ എന്നും. ഇഫ് ദി പ്രോമിസർ റിസീവ്സ് ദി കൺസിഡറേഷൻ സൈമൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ്. പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ തിരിച്ച് അയാൾക്ക് കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്നും. ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദി കൺസിഡറേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഈസ് ടു മൂവ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളതും പ്രോമിസും അതിൻ്റെ കൺസിഡറേഷനും ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിൽ അതിനെ നമ്മൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നാണ് പറയാനുള്ളത്. പറയുകയാണെങ്കിൽ എക്സ് പ്രോമിസ് ടു സെൽ ആൻഡ് ഡെലിവർ എ കമ്പ്യൂട്ടർ ടു വൈ ഫോർ ₹33,000 ആഫ്റ്റർ എ വീക്ക്. പ്രോമിസ് ചെയ്യുന്നു അയാളെ കമ്പ്യൂട്ടർ വിൽക്കാൻ വൈക്ക് ആഫ്റ്റർ 1 വീക്ക്. 1 വീക്കിന് ശേഷം ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് കമ്പ്യൂട്ടർ വിൽക്കാൻ പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ അത് ഫ്യൂച്ചറിലുള്ള ഡേറ്റ് ആണ്. കമ്പ്യൂട്ടർ കൊടുത്തിട്ടില്ല, കമ്പ്യൂട്ടർ കൊടുക്കുന്നതും ഫ്യൂച്ചറിലാണ്, അതിൻ്റെ എമൗണ്ട് കിട്ടലും ഫ്യൂച്ചറിലാണ്. അപ്പോൾ ആ രണ്ട് സാധനം ഫ്യൂച്ചറിലുള്ളതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടറി എന്ന് പറയുന്നത്. എക്സിക്യൂട്ടറി കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺസിഡറേഷൻ സപ്പോസ് നമ്മളൊരു കാറ് കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ആ കാറിൻ്റെ വില ശരിക്കും 1 lakh rupees ഉണ്ട് മാർക്കറ്റ് റേറ്റൊക്കെ. പക്ഷെ നമ്മളത് വെറും ഒരു 50,000 കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിലും അതൊരു വാലിഡ് കൺസിഡറേഷനാണ്. അതായത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം എന്നാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. റിയൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം എന്നാണ്. ഫിസിക്കലി അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളതായിരിക്കരുത്, ഇല്ലീഗൽ ആയിട്ടുള്ളതായിരിക്കരുത്. ഈ രീതിയിലൊന്നുള്ളത് കൺസിഡറേഷൻ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, എ പ്രോമിസസ് ടു പുട്ട് ലൈഫ് ഇൻ ടു ബീസ് ഡെഡ് വൈഫ്. മരിച്ചുപോയ ഒരാളുടെ ശരീരത്തിൽ ജീവൻ വയ്പ്പിക്കാമെന്ന് പറയുന്ന അതിനൊരു 10 ലക്ഷം രൂപ തരണം എന്ന് പറയുകയാണെങ്കിൽ ആ കൺസിഡറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വാലിഡ് അല്ല, വോയിഡ് ആണ് ആ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. ബിക്കോസ് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ നമുക്ക് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നതാണ്. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ലീഗലി ഉള്ള കൺസിഡറേഷൻ ആയിരിക്കണം, ലോക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതായിരിക്കാൻ പാടില്ല. അതിനാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സ് പ്രോമിസ് ടു വൈ ആൻ എംപ്ലോയ്മെൻറ്റ് ഇൻ പബ്ലിക് സർവീസ് ഫോർ ₹20,000. 20,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ PSCയിൽ ഒരു ജോലി വാങ്ങിത്തരാം, PSC വഴി ഒരു ജോലി വാങ്ങിത്തരാം എന്നുള്ള രീതിയിൽ പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ അതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ അൺലോഫുള്ളാണ്. ബിക്കോസ് അതൊരു അൺലോഫുൾ ആക്ടിവിറ്റീസ് ആണ്. PSC എന്ന് പറഞ്ഞത് അതിൻ്റെ സിസ്റ്റമാറ്റിക് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതല്ലാതെ ജോലി വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞത് അൺലോഫുള്ളാണ്. അതുകൊണ്ട് ആ കൺസിഡറേഷൻ നമുക്ക് ലോഫുൾ കൺസിഡറേഷനായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ദെൻ ഇറ്റ് മസ്റ്റ് ബി ദ സെയിം. It must be something which the promisor is not already bound to do. It must be something which the promisor is not already bound to do. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ പ്രോമിസ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി ബൈ എ പബ്ലിക് സർവൻറ്റ് ഈസ് നോട്ട് എ കൺസിഡറേഷൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ തന്നെ അല്ലാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അത് ചെയ്തിട്ട് അതിന് കൺസിഡറേഷൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. വിച്ച് പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. ഇപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ് ഇപ്പം നിങ്ങൾക്ക് സർവീസ് തരണം, നമ്മളൊരു ഓഫീസിൽ പോയാൽ അവിടുന്ന് അവർ ആ സർവീസ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അതിന് അവർ കൺസിഡറേഷൻ വാങ്ങിക്കാൻ പാടില്ല. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, എ പ്രോമിസ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി ബൈ എ പബ്ലിക് സർവൻറ്റ് ഈസ് നോട്ട് എ കൺസിഡറേഷൻ. അപ്പം എ പ്രോമിസ് ടു pay money to a police officer to investigate a crime
ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസ് ഓഫീസർക്ക് പൈസ കൊടുക്കുകയാണ്. പക്ഷേ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് എ കേസ്. അതിനയാൾ പ്രത്യേകിച്ച് അയാൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിലും അതും വാലിഡ് കൺസിഡറേഷനായിട്ട് നമ്മൾ പരിഗണിക്കില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കൺസിഡറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ കോൺട്രാക്ട്സ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ചില കോൺട്രാക്റ്റുകളുണ്ട്. എക്സംഷൻസ് ടു ദി ജനറൽ റൂൾ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഒരു ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് ജനറൽ റൂള്. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പറയുന്നത് കോൺട്രാക്റ്റ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നാച്ചുറൽ ലവും അഫെക്ഷൻ്റെയും ഭാഗമായിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് വേണ്ട, കൺസിഡറേഷൻ വേണമെന്നില്ല. സാധാരണ ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ കൺസിഡറേഷൻ വേണം. നമ്മൾ ഓഫർ വേണം, ആക്സെപ്റ്റൻസ് വേണം, കൺസിഡറേഷൻ വേണം. എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. അപ്പം പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നാച്ചുറൽ ലവും അഫെക്ഷനും വഴിയുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റിന് എന്ത് വേണ്ട, കൺസിഡറേഷൻ വേണ്ട. ഇപ്പം ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിലൊന്നും കൺസിഡറേഷൻ വേണമെന്നില്ല. ദെൻ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വളണ്ടറി സർവീസ്. ഒരു വളണ്ടറി സർവീസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വേണ്ട. അപ്പം ബി ഫൈൻസ് എസ് പേഴ്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം. എ പ്രോമിസ് ടു ഗിവ് ബി ₹500. സപ്പോസ് എയുടെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, ബി ഫൈൻഡ് എസ് പേഴ്സ്, എയുടെ മിസ്സിംഗ് പേഴ്സ് ബി കണ്ടെത്തുന്നു ആൻഡ് തിരിച്ചു കൊടുക്കുന്നു. അതിന് എ പ്രോമിസ് ചെയ്യുന്ന സംഖ്യ, ആ സംഖ്യ 500 എന്ന് പറഞ്ഞത് ഒരു വാലിഡ് കൺസിഡറേഷനാണ്. അതിന് കൺസിഡറേഷൻ ഇല്ല എങ്കിലും അതിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ദെൻ എഗ്രിമെൻറ്റ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. ഒരു ടൈം ബാർഡ് ഡെപ്റ്റ് കൊടുക്കാനുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് കൺസിഡറേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അനദർ വൺ ഈസ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. എ പേഴ്സൺ ട്രാൻസ്ഫർ സം പ്രോപ്പർട്ടി ടു അനദർ, ഹി കനോട്ട് സബ്സിക്വൻ്റ്ലി ഡിമാൻഡ് ദി പ്രോപ്പർട്ടി ബാക്ക്. നമ്മളൊരു ഗിഫ്റ്റ് അവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കൺസിഡറേഷൻ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൺസിഡറേഷൻ ഒരു ഫാക്റ്റ് അല്ല. പിന്നെ റെമിഷൻ ആണ് വേറെ എന്ന് പറഞ്ഞത്. റെമിഷൻ എന്ന് പറഞ്ഞത് കോംപ്രമൈസിങ് എ ഡ്യൂ ഡെപ്റ്റ് ആണ്, ഓർ അഗ്രീയിങ് ടു ആക്സെപ്റ്റ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ. നമുക്കൊരു 10,000 കിട്ടാനുണ്ട്, പക്ഷെ നമ്മൾ കോംപ്രമൈസ് ആയിട്ട് ഒരു 5,000 മതി എന്ന് പറയുകയാണെങ്കിൽ അതിനും ഒന്നും കുഴപ്പമില്ല. അതിനാണ് നമ്മൾ റെമിഷൻ എന്ന് പറഞ്ഞത്. REMISSON, റെമിഷൻ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സംഷൻ ടു ദി ജനറൽ റൂൾ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഇത്രയും കേസുകളിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിലും, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കൺസിഡറേഷൻ ഇല്ല എങ്കിലും കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ഇനി അതിൽ നെക്സ്റ്റ് പറയുന്നത് എസെൻഷ്യൽ എലമെൻസിലൊന്ന്, ആദ്യം ഓഫർ വേണം, ആക്സെപ്റ്റൻസ് വേണം, കൺസിഡറേഷൻ വേണം, കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്. കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ആർക്കൊക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 11, എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. എല്ലാ ആൾക്കാർക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം ഇഫ് ഹി ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദി ലോ വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. അപ്പോൾ അയാൾക്ക് എത്ര ഏജ് ആയിരിക്കണം? 18 years ആയിരിക്കണം. മെജോറിറ്റി എന്ന് പറഞ്ഞത് 18 years ആയിരിക്കണം. ആൻഡ് ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡുള്ള ആളായിരിക്കണം. ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഒന്ന്, മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, 18 വയസ്സ് അറ്റൈൻ ചെയ്തിരിക്കണം. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. ഇങ്ങനെ 3 ആൾക്കാർക്ക്, അല്ലെങ്കിൽ താഴെ പറയുന്ന 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ദേ ആർ ഇൻകോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അതിൽ ഒന്ന് മൈനേഴ്സ്, 18 years ആവാത്ത ആൾക്കാരെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. മൈനർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. ഏതെങ്കിലും നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്യാതിട്ടുള്ള, നിയമം മൂലം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി മൈനർ ആരാ നോക്കാം.
According to Indian Contract Act, a minor is one who has not completed his or her 18th year of age. അതായത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം, മെജോറിറ്റി ആവാത്ത ആൾക്കൊക്കെ നമ്മൾ 18 വയസ്സ് തികയാത്ത എല്ലാവരും നമ്മൾ മൈനർ എന്നാണ് പറയാറുള്ളത്. പൊസിഷൻസ് ഓഫ് അഗ്രിമെന്റ്സ് ബൈ എ മൈനർ. അപ്പം ഈ മൈനറുമായിട്ടുള്ള അഗ്രിമെന്റിന്റെ ഡിഫറെന്റ് പൊസിഷൻസ് എങ്ങനെയൊക്കെ നോക്കാം നമുക്ക്. ഒന്ന്, ആൻ അഗ്രിമെന്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. ഒരു മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് എന്താണ്? വോയിഡ് അബ് ഇനിഷ്യോ എന്നുള്ളതാണ്. വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിഡ് അറ്റ് ദി വെരി ബിഗിനിങ് മുതൽക്ക് തന്നെ, ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് വോയിഡ് ആണ്, അസാധുവാണ് മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. എ കോൺട്രാക്ട് വിത്ത് എ മൈനർ ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് ഇൻ ദി ബിഗിനിങ് ഇറ്റ് സെൽഫ്. തുടക്കത്തിൽ തന്നെ എന്താണ്? വോയിഡ് ആണ്, അസാധുവാണ് എന്നുള്ളതാണ് പറഞ്ഞത് മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ്. ദെൻ മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ ബെനഫിഷ്യറി. മൈനർക്ക് വേണമെങ്കിൽ എന്താവാം? ഒരു പ്രോമിസി ആവാം, അതല്ലെങ്കിൽ ബെനഫിഷ്യറി ആവാം ഒരു കോൺട്രാക്റ്റിൽ എന്നുള്ളതാണ്. ഇഫ് എ കോൺട്രാക്ട് ഈസ് ബെനഫിഷ്യൽ ടു എ മൈനർ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ എ മൈനർ ഫ്രം ബീങ് എ ബെനഫിഷ്യറി ഒരു പ്രോമിസി. ബെനഫിഷ്യറി ആവുന്നതിനും പ്രോമിസി ആവുന്നതിനും കുഴപ്പമൊന്നുമില്ല, അത് ഇഫ് ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു ദി മൈനർ എന്നുള്ളതാണ് പറഞ്ഞത്. Then third one is ratification on attaining the majority is not allowed. ഇപ്പോൾ മൈനർ cannot ratify a promise entered into during his minority after attaining majority. അപ്പം മൈനർ ആവുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, അത് മേജർ ആവുമ്പോൾ നമുക്കത് റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മൈനർ ആവുമ്പോഴുള്ള അഗ്രിമെന്റ് ഇനീഷ്യലി തന്നെ അത് എന്താണ്? വോയിഡ് ആണ്. പിന്നെ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എ മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ പേ ഫോർ എനി ബെനിഫിറ്റ് റിസീവ്ഡ് അണ്ടർ എ വോയിഡ് അഗ്രിമെന്റ്. വോയിഡ് അഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മൈനറോട് നമുക്ക് പറയാൻ പറ്റില്ല. മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് എന്താണ്? ശരിക്കും വോയിഡ് അഗ്രിമെന്റ് ആണ്. ആ അഗ്രിമെന്റ് പ്രകാരം മൈനർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസാധുവായ അഗ്രിമെന്റ് പ്രകാരം മൈനർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി അഗ്രിമെന്റ് എന്നാണ് പറഞ്ഞത്. എ മൈനേഴ്സ് കോൺട്രാക്ട് ബീയിങ് അബ്സല്യൂട്ട്ലി വോയിഡ് ദർ ക്യാൻ ബി നോ ക്വസ്റ്റ്യൻ ഓഫ് ദി സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് സച്ച് എ കോൺട്രാക്ട്. നമ്മൾ ആ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് വെരി ബിഗിനിങ്ങിൽ തന്നെ വോയിഡ് ആണ്. അതുകൊണ്ട് അത് പെർഫോം ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അത് വോയിഡ് അഗ്രിമെന്റ് ആണ് എന്നുള്ളതാണ്. ദെൻ മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സുകളാണ്, നിങ്ങളത് കേട്ടിരുന്നാൽ മതി. പാർട്ട്ണർഷിപ്പിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ മൈനർ ക്യാൻ ബി അൻ ഏജന്റ്. എ മൈനർ ക്യാൻ ആക്ട് ആസ് എൻ ഏജന്റ് ആൻഡ് ബൈൻഡ് ഹിസ് പ്രിൻസിപ്പൽ ബൈ ഹിസ് ആക്ട്സ്, വിൽ നോട്ട് ബി പേഴ്സണലി ലയബിൾ ഫോർ ഹിസ് ആക്ട്സ്. ഇങ്ങനെ ഒരു സാധനമുണ്ട്, മൈനർ ക്യാൻ ബി ആൻ ഏജന്റ്. ഒരു ഏജന്റ് ആയിട്ട് വേണമെങ്കിൽ മൈനർക്ക് ആക്ട് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഹി കനോട്ട് ബി അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെന്റ്. മൈനർ കനോട്ട് ബി അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെന്റ് ആസ് ഹി ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഫോർ ഡെറ്റ്സ്. എന്തുകൊണ്ടാണ് ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം. ഇൻസോൾവെൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 പൈസയ്ക്ക് വകയില്ലാതെ, എന്തായാലും പറയാം, മലയാളത്തിലൊരു വാക്കുണ്ട് ഇൻസോൾവെൻസി എന്നുള്ളതിന്. പാപ്പരാവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പാപ്പരാവുക എന്നുള്ളത് ഒരു പൈസയും ഇല്ലാത്ത ഒരാളാണ്. മൈനറെ നമുക്ക് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം മൈനർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ, ലീഗലി എൻ്റർ ചെയ്യാനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് അയാളെ നമ്മൾ ഡിക്ലെയർ ചെയ്യാനും പറ്റില്ല, ഇൻസോൾവെൻ്റ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയാണ് മൈനറുടെ പൊസിഷൻസ് എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഈസ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് മൈനർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്ഷൻ 12 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് a person is said to be sound mind for the purpose of making a contract if
At the time when he makes it, he is capable of understanding it and of forming a rational judgment as to its effect upon his interest. ഏറ്റവും ചുരുക്കി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആളെ നമ്മൾ എപ്പോഴാണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ, അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം, ഒരു റേഷണൽ ജഡ്ജ്മെൻറ്റിന് കഴിയണം, എന്തിനെക്കുറിച്ച് ഈ കോൺട്രാക്റ്റ് അയാളിൽ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള റേഷണൽ ജഡ്ജ്മെൻറ്റിന് അയാൾക്ക് കഴിയുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയിലാണെങ്കിൽ അയാൾ സൗണ്ട് മൈൻഡാണ്. അതില്ലാത്ത അവസ്ഥയാണെങ്കിലൊക്കെ അൺസൗണ്ട് മൈൻഡാണ്. ചില ആൾക്കാർക്ക് സീസണലായിട്ടൊക്കെ അൺസൗണ്ട് മൈൻഡ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അയാൾ നല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റും, എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസുകളൊക്കെ ഉള്ള സമയത്ത് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റും അല്ലെങ്കിൽ ഇൻവാലിഡ് കോൺട്രാക്റ്റും ആയിരിക്കും എന്നുള്ളതാണ്. എ പേഴ്സൺ ഹൂ ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബട്ട് ഒക്കേഷണലി ഓഫ് സൗണ്ട് മൈൻഡ് മേ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സാധാരണ അയാൾ അൺസൗണ്ട് മൈൻഡാണ്, ബട്ട് ഒക്കേഷണലി ഓഫ് സൗണ്ട് മൈൻഡ്, ഇടയ്ക്ക് നല്ല സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറുന്നുണ്ടെങ്കിൽ ഹീ മേ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. ദെൻ ടൈപ്സ് ഓഫ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതൊന്നുമില്ല, ഇഡിയറ്റാണ്. ഒന്ന് ഇഡിയറ്റ്, ലുനാറ്റിക്, ഡ്രങ്കൺ, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടാൽ മതി. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയാം. അത് അബ്സല്യൂട്ട്ലി വോയിഡ് അല്ലെങ്കിൽ വോയിഡ് അബിനിഷ്യൂ ആണ്. ഇനീഷ്യലി തന്നെ അത് വോയിഡ് ആണ്. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഹൂ സഫേഴ്സ് എ സീരിയസ് മെൻ്റൽ ഡിസോർഡർ ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ഓർ സീരിയസ് മെൻ്റൽ ഷോക്ക്. അപ്പോൾ അയാളും നമ്മൾക്ക് കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു പീരീഡിൽ എന്നുള്ളതാണ്. ഡ്രങ്കൺ പേഴ്സൺ, അപ്പം ചില ആൾക്കാർ ഭയങ്കര കുടിയന്മാരുണ്ട്. അപ്പോൾ കുടിച്ച് ബോധം കെട്ടിരിക്കുന്ന സമയത്ത് അയാളുമായിട്ട് ഉണ്ടാക്കുന്ന അഗ്രിമെൻറ്റ് വാലിഡ് അല്ല എന്നുള്ളതാണ്. പിന്നെ തേർഡ് കാറ്റഗറി പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞത് മൈനറാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് വിത്ത് അൺസൗണ്ട് മൈൻഡാണ്. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്. അതിലൊന്ന് വരുന്നത് അലീൻ എനിമീസ് ആണ്. നമ്മളെ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് അലീൻ. അപ്പം ഇന്ത്യയിലുള്ള സിറ്റിസൺ അല്ലാത്തവരൊക്കെ നമ്മൾ അലീൻ എന്നാ പറയാം. അലീൻ ഹൂസ് കൺട്രി ഈസ് അറ്റ് വാർ വിത്ത് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് അലീൻ എനിമി. ഇപ്പം നമ്മളും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടെന്ന് വിചാരിക്കും. ആ യുദ്ധം ഉണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലുള്ള ഒരാളുമായിട്ട് നമ്മൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ അഗ്രിമെൻ്റ് എന്താണ്? വോയിഡ് അഗ്രിമെൻ്റ് ആണ്. വോയിഡ് മീൻസ് അസാധുവായിട്ടുള്ള അഗ്രിമെൻ്റ് ആണ്. അത് ശത്രു രാജ്യത്തിലെ രാജ്യത്തിലെ ഒരാളുമായിട്ടോ നമ്മൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വോയിഡ് അഗ്രിമെൻ്റ്. ദെൻ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് ഓർ അംബാസഡേഴ്സ്. ഫോറിൻ ഇപ്പം നമ്മൾ പറഞ്ഞ അംബാസിഡേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നേരത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ നമ്മുടെ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ ഇഷ്യൂസിലൊക്കെ UAE അറ്റാഷയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസൊക്കെ ഇല്ലായിരുന്നു. അതുപോലെ അവർക്കൊക്കെ സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദെർഫോർ കനോട്ട് സ്യൂ ഇൻ ഇന്ത്യൻ കോർട്ട്. അപ്പോൾ അവർ ഫോറിൻ സിറ്റിസൺസ് ആയതുകൊണ്ട് ഇന്ത്യൻ കോർട്ടിലൊക്കെ കേസ് നടത്താനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുമായിട്ട് നമ്മൾക്ക് അങ്ങനെ നേരിട്ട് അവർക്ക് കപ്പാസിറ്റി ഇല്ല. നമ്മളുമായിട്ട് നേരിട്ട് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ദേ ക്യാൻ എൻ്റർ എ കോൺട്രാക്ട് ത്രൂ ആൻ ഏജൻറ്റ് ആൻഡ് ദേ ഹാവ് ടു ഒബ്റ്റെയിൻ സ്പെഷ്യൽ പെർമിഷൻ ഫ്രം ദി ഗവൺമെൻറ്. അവർ ഗവൺമെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയും വേണം. ദെൻ തേർഡ് വൺ ഈസ് കൺവിക്റ്റ് ആണ്. A person who is sentenced by a competent court to death sentence or imprisonment. ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റിനോ ഡെത്ത് സെൻറ്റൻസിനൊക്കെ വിധിച്ചിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇംപ്രിസൺമെൻറ്റ് പീരിയഡിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ പ്രധാനമായിട്ട് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്നത് ഇൻസോൾവൻസ് ആണ്. അത് നമുക്ക് അറിയുന്നതാണ്. When a debtor is adjudged as insolvent, his property vests in the official receiver and thereby cannot enter into a contract. ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആൾ, അയാൾക്കൊരു സ്വത്തുമില്ല, അയാളുടെ കയ്യിൽ 5 പൈസ ഇല്ല, അങ്ങനെയുള്ള ആൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്ത ആളാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് അൻ ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
Then corporations and companies, they can enter into contract only through its agents such as ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, ഇവരുടെ പേരിലേ ആണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സച്ച് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് 2 ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഏരിയയും ദെൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ടു എൻ്റർ എ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞതും. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിൽ ഓഫർ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആക്സെപ്റ്റൻസ് പറഞ്ഞു, ദെൻ കൺസിഡറേഷൻ പറഞ്ഞു, ദെൻ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി നമുക്ക് വരാനുള്ളത് കൺസെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. ആ ഫ്രീ കൺസെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.